Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് പേപ്പറിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ തുടങ്ങുന്ന തൊട്ട് മുമ്പായിട്ട് എന്തായാലും നമ്മുടെ ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. അതേപോലെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതേപോലുള്ള പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ദിസ് ഇസ് യബിൻ സേവിയർ ഫ്രം എവിക്ക. നമ്മുടെ ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റ്സിന് സ്റ്റാർട്ട് ചെയ്യാം. iOS 17.6 ബീറ്റ 2 ഇപ്പോൾ റിലീസാണ്ട് ഡെവലപ്പേഴ്സിന്, അതേപോലെ പബ്ലിക് ബീറ്റാസിനും നമുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ iOS 17.6 മാത്രമല്ല, വാച്ചിനും മാക്കിനും എല്ലാത്തിനും പുതിയ ഈ പറയുന്ന ബീറ്റാസ് വന്നിട്ടുണ്ട്. ആൻഡ് iOS 8 പുതിയ ബീറ്റ, അതായത് റീ റിലീസും പിന്നെ നമ്മുടെ പബ്ലിക് ബീറ്റയും എന്ന് റിലീസാവുമെന്ന് വെച്ചാൽ ഈ വരുന്ന ആഴ്ചയിൽ നമുക്ക് ഈ പറഞ്ഞ iOS 8 പബ്ലിക് ബീറ്റ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. പബ്ലിക് ബീറ്റ റിലീസാവുന്ന അന്ന് തന്നെ ഈ പറഞ്ഞ ഡെവലപ്പേഴ്സ് ബീറ്റ റീ റിലീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും ബഗ് ഫിക്സുകളും ബാക്കി കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ പബ്ലിക് ബീറ്റിൽ പുതിയ ഒരു OS നമ്മുടെ ഈ പറയുന്ന യൂസേഴ്സിന് കിട്ടും. ആൻഡ് ഡിസ്ക്ലെയിമറായിട്ട് തന്നെ പറഞ്ഞോട്ടെ, ഈ പറഞ്ഞ ബെയ്റ്റ് ഇടുകയാണെങ്കിൽ നല്ല രീതിക്ക് പ്രശ്നം വരും. ഇപ്പോൾ എൻ്റെ ഈ പറഞ്ഞ പ്രൈമറി ഫോണിൽ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ iOS 18 ഇട്ടിരിക്കുന്നത്. എനിക്ക് വേറെ പ്രൈമറി ഫോണായിട്ട് ഈ പറഞ്ഞ iOS 18 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ഇല്ല. എനിക്ക് എടുക്കണം, അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം, അത് വേറെ കാര്യം. ആൻഡ് ഇങ്ങനെ നമ്മുടെ പ്രൈമറി ഫോൺ ഇടുകയാണെങ്കിൽ നിറച്ച് ബഗ്ഗുകൾ വരും. എനിക്കിപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ബഗ്ഗുണ്ട്. എൻ്റെ വാട്സാപ്പ് ഇപ്പോൾ കറൻറ്റ്ലി അടിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ വാട്സാപ്പ് ഇപ്പോൾ എടുക്കുകയാണ്, അത് കാണിച്ചു കേട്ടാ. വാട്സാപ്പ് ഇപ്പോൾ എടുക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. വേണ്ടാ, ഇതാണ് ഇപ്പോൾ എൻ്റെ വാട്സാപ്പിൻ്റെ അവസ്ഥ. കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് പക്ഷേ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. ഏകദേശം ഇപ്പോൾ 1.25 ആഴ്ചയായി ഈ പറഞ്ഞ വാട്സാപ്പ് അടിച്ചു പോയിട്ട്. വേറൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ പ്രൈമറി ഡിവൈസിൽ നിങ്ങൾ ഈ പറഞ്ഞ ബീറ്റാസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നോക്കുക. iOS 18 ഇത്രയും പ്രശ്നം, കാരണം ഇത് തുടക്കമുള്ള ഒരു ബീറ്റയാണ്. iOS 17 ഇത്രയും പ്രശ്നമില്ല, കാരണം ഇപ്പോൾ അത് ഓൺഗോയിങ് ആയതുകൊണ്ട് ഇത്രയും വലിയ ഇഷ്യൂസ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ ബി കെയർഫുൾ, അത് നിങ്ങൾ നോക്കുക. അതേപോലെ നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത്, ആപ്പിൾ ഈ പറഞ്ഞ WWDC 2024 ഒരു കീനോട്ടിൽ 1.25 മണിക്കൂർ എടുത്തത് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ കാര്യത്തിന് വേണ്ടിയാണ്. ആ ഒരു കാര്യം നമുക്ക് ഭാവിയിൽ ആപ്പിളാണ് ഒട്ടും പറയാൻ പറ്റില്ല, ആപ്പിൾ ഇൻ്റലിജൻസ് പ്ലസ് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഒരു ഇയർ ആപ്പിൾ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മളിതെല്ലാം യൂസ് ചെയ്യും. ഈ പറയുന്ന സാറ്റലൈറ്റ് എമർജൻസി വിയ സാറ്റലൈറ്റ് നമുക്ക് ആദ്യം ഫ്രീ ആണ്, പക്ഷേ പിന്നീട് ആ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ആണെന്ന് ഓൾറെഡി ആപ്പിൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഡബിൽ എന്താണെന്നേ കാണിച്ചുള്ളൂ, എങ്ങനെയാണ് എത്ര രൂപയാണെന്ന് ചിലപ്പോൾ പറയില്ല. അത് iPhone 16 റിലീസാവുന്ന സമയത്തായിരിക്കും ആപ്പിൾ പറയുക. സോ ആദ്യം ഒരു ട്രയൽ റൺ അല്ലെങ്കിൽ ഒരു ഡെമോ പോലെ കൊടുത്ത് 1 ഇയർ കൊടുത്തിട്ട് 1 or 2 ഇയർ കൊടുത്തിട്ട് പിന്നീട് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ നമ്മുടെ iCloud പ്ലസ് ഈ ആപ്പിൾ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പ്ലാൻ ആക്കാനും ചാൻസ് ഉണ്ട്, കുറച്ച് സെലക്റ്റഡ് ആയ ഫീച്ചേഴ്സ് മാത്രം. ആൻഡ് ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാര്യം പറയുന്നതാണ് നമ്മുടെ അടുത്ത ന്യൂസ് വരുന്നത്. അടുത്ത ന്യൂസ് വരുന്നത് iPhone 16 സീരീസ്, അതായത് 16 പ്ലസ്, 16 Pro, 16 Pro Max, ഈ പറഞ്ഞ 4 സീരീസിലും A18 ചിപ്പായിരിക്കും എന്നാണ് പറയുന്നത്. അത് A18 ബയോണിക് ആയിരിക്കും അല്ലെങ്കിൽ A18 Pro ആയിരിക്കും ഇപ്പോഴും കൺഫേം അല്ല, പക്ഷേ A18 ചിപ്പായിരിക്കും എന്നാണ് പറയുന്നത്. അതിന് സോൾഡായ റീസൺ പറയുന്നത്, ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യാനായിട്ട് മിനിമം 8 GB റാം വേണം എന്നാണ് പറയുന്നത്. ഇത് റാമിൻ്റെ കാര്യമല്ല ഇവിടെ പ്രസക്തി വരുന്നത്. ഈ പറയുന്ന ഹാർഡ് കോറായ കാര്യങ്ങൾ ഓൺ ഡിവൈസ് തന്നെ വർക്ക് ചെയ്യാനായിട്ട് ആപ്പിളിന് കുറേ അധികം പ്രൈവറ്റ് കമ്പ്യൂട്ടിംഗ് പരിപാടികളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചിപ്പ് വേണം. അതുകൊണ്ടാണ് 15 Pro ഓർ ലേറ്റർ ആയിട്ട് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്, ഈ പറഞ്ഞ M1 ഓർ Proയിലും കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആ ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻസ് ആയ കാര്യങ്ങൾ ആപ്പിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ 16 സീരീസിലും A18 എന്ന് പറഞ്ഞ ചിപ്പ് സെറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, ഈ അടുത്ത് തന്നെ നമുക്ക് Google Pixel 9 എന്ന് പറഞ്ഞ സീരീസ് റിലീസ് ആകുന്നുണ്ട്.
ഈ ഒരു പിക്സലിൽ യൂസ് ചെയ്യുന്ന സെയിം ഡിസ്പ്ലേ തന്നെയായിരിക്കും. അതായത് ഏറ്റവും പുതിയ സാംസങ്ങിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും. അതും ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയായിരിക്കും iPhone 16 സീരീസിലും യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ 16 സീരീസിൽ പറയുമ്പോഴാണ് ആപ്പിളിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകളുണ്ട്. ആ പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഒഫീഷ്യലി വിൻറ്റേജ് ആയിട്ട് ആപ്പിൾ പ്രൊണൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഓരോ ഡിവൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും കളയരുത്, ഇതേപോലെ അതെടുത്ത് ഷോക്കേസ് ചെയ്യുക. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ iPhone 10, ഈ പറയുന്ന iPhone 10 ഒരു വിൻറ്റേജ് പീസാണ് ഇപ്പോൾ. സോ അതുള്ളവർ ഒരിക്കലും കൊടുക്കാനോ കളയാനോ നിൽക്കരുത്. അതൊരു മാസ്റ്റർ പീസാണ്. അതിന് വേറൊരു പ്രത്യേകതകളുണ്ട്. ആപ്പിളിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും ആദ്യമായിട്ട് വന്ന ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ഈ പറഞ്ഞ ആപ്പിളിൻ്റെ iPhone 10 ആ ഒരു എന്താ പറയുക മൈൽ സ്റ്റോണും കൂടെ ഈ ഡിവൈസിലുണ്ട്. അതേപോലെ 5S ഉള്ളവരും കൊടുക്കരുത്. ആദ്യമായിട്ട് ടച്ച് ID വന്ന ഡിവൈസാണ്. 5C ഫുൾ പ്ലാസ്റ്റിക് ബോഡി. പിന്നെ iPhone 7 പ്ലസ് ഉള്ളവരും കൊടുക്കരുത്. കാരണം ആദ്യമായിട്ട് ഐഫോണിൽ ഡ്യുവൽ ക്യാമറ വന്ന ഫോണും iPhone 7 Plus ആണ്. സോ ഇങ്ങനത്തെ കുറച്ചധികം സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക റിമാർക്കബിൾ ആയുള്ള ഒരു ചേഞ്ച് വരുത്തിയ ഡിവൈസുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും കൊടുക്കരുത്. ആൻഡ് പിന്നെ ഒറിജിനൽ എയർപോഡ്സ് ഫസ്റ്റ് ജനറേഷൻ എയർപോഡ്സ് ഉള്ളവർ കൊടുക്കരുത്. അതും വിൻറ്റേജ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോം പോഡ്, ഒറിജിനൽ ഹോം പോഡ്, ഫസ്റ്റ് ഹോം പോഡില്ലേ, മിനി അല്ല, ഫസ്റ്റ് ഹോം പോഡ്, ആ ഹോം പോഡും ഇപ്പോൾ വിൻറ്റേജ് ആയിട്ട് ആപ്പിൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞ 3 ഡിവൈസും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും കീപ്പ് ചെയ്യുക. അത് അടിപൊളിയായിട്ട് ഒരു ഷോക്കേസ് ചെയ്ത് വെക്കുക. അത് നല്ലൊരു ഡിവൈസായിട്ട് തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി ആയിട്ട് കാണിക്കാൻ പറ്റും. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഇപ്പോൾ എയർപോഡ്സിന് ക്യാമറ വെച്ച് ഒരു പ്രോട്ടോടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ വിഷൻ പ്രോയിൽ ട്രൈ ചെയ്യുമ്പോൾ അതിന് പെയർ ചെയ്യാൻ പറ്റുന്ന എയർപോഡ്സ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. സോ ഈ പറഞ്ഞ വിഷൻ പ്രോയിൽ താഴത്ത് കുറേ ക്യാമറകളുണ്ട്. ഈ ക്യാമറകൾ ഉപയോഗിച്ചാണ് പല കാര്യങ്ങളും സെൻസ് ചെയ്യുന്നത്. സോ അതേപോലെ ഈ താഴത്തുള്ള ക്യാമറ പോലെ നമ്മുടെ ചെവിടിൻ്റെ ഇവിടെയും ക്യാമറ വരികയാണെങ്കിൽ എയർപോഡ്സിന് വരികയാണെങ്കിൽ ഈ ഒരു സറൗണ്ടിങ്സും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതായത് താഴത്തും ഫ്രണ്ടിലും മാത്രമല്ല ബാക്കിൽ നിന്നും കൂടെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ വരികയാണെങ്കിൽ ആ പറയുന്ന ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, കുറച്ചുകൂടി സ്പേഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ എയർപോഡ്സ് നമ്മൾ സഹായിക്കും. അതേപോലെ ഈ പറയുന്ന എയർപോഡ്സ് വരുമ്പോൾ സ്പേഷ്യൽ ഓഡിയോ, പിന്നെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ ക്യാമറ വെച്ചിട്ട് ലൈഡാർ വെച്ചിട്ട് നമ്മുടെ റൂം സെൻസ് ചെയ്തിട്ടാണ് ആ ഒരു സ്പേഷ്യൽ ഓഡിയോ എന്താ പറയുക സൗണ്ട് ബൗൺസിങ്ങും പല കാര്യങ്ങളും വരുന്നത്. ആ ഓരോ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പറഞ്ഞ ക്യാമറ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് ഇന്ത്യയിൽ എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന അറിയില്ല. കാരണം പ്രൈവസി നോംസും കുറേ ലോ എൻഫോഴ്സ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് ചിലപ്പോൾ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഹോം പോഡ് മിനിയിലും ആപ്പിൾ ഇൻ്റലിജൻസും പുതിയ സിറിയും കിട്ടുമോ എന്ന്, അല്ലെങ്കിൽ ആ പറഞ്ഞ നാച്ചുറൽ ലാംഗ്വേജ് ആയിട്ട് സംസാരിക്കുന്ന സിറി കിട്ടുമെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു. അത് കിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് പറയാൻ പറ്റുന്നത്. കാരണം മിനിമം ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസും ബാക്കി കാര്യങ്ങളും വർക്ക് ചെയ്യാൻ 8 GB ഓഫ് റാം വേണം. നമ്മുടെ ഈ പറഞ്ഞ ഹോം പോഡിൽ 1 GB റാമേ ഉള്ളൂ. 8 GB റാമിൻ്റെ ഒക്കെ ഹോം പോഡെന്ന് ആലോചിക്കുക. ഇപ്പം തന്നെ ഇത് അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യും. ജസ്റ്റ് സേ ഫോർ എക്സാമ്പിൾ, ഹേ സിറി, വാട്ട്സ് ദ വെദർ ടുഡേ? The forecast is calling for rain today. Daytime temperatures will hover around 30 degrees, with overnight lows around 25. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടും റെസ്പോണ്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഇൻ്റർനെറ്റും ബാക്കി കാര്യങ്ങളും അനുസരിച്ച് അത് ചിലപ്പോൾ ഒന്ന് സ്ലോ ആകാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഇതേപോലെ ഫാസ്റ്റാണ്. സോ 1 GB തന്നെ ഇറ്റ്സ് ഗുഡ് ഇനഫ്. 8 GB എന്ന് പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റായി പോകും. സോ അതിനൊന്നും ഹോം പോഡിൽ വരാനുള്ള ചാൻസ് ഇല്ല. ചിലപ്പോൾ ഈ പറഞ്ഞ ലാംഗ്വേജും ബാക്കി കാര്യങ്ങളും ഒന്ന് ട്വീക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, വേറെ ഒന്നും വരാറില്ല. അതേപോലെ ഹോം പോഡ് മാത്രമല്ല tvOS പുതിയതിലും നമുക്ക് ഈ പറഞ്ഞ ഫേസ് ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറേയധികം എന്താ പറയുക അത്യാവശ്യം നല്ല ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്കൊരു ലീക്ക് കിട്ടിയിട്ടുണ്ട്. സോ അവരും എന്തായാലും വെയിറ്റ് ചെയ്യുക. ഈ പറഞ്ഞ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യുന്ന സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും നല്ല മാറ്റങ്ങൾ നിങ്ങൾക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ ഇപ്പോൾ ഓൾറെഡി iOS 19 വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് അറിയാൻ കിട്ടുന്നത്. ഇപ്പോൾ ക്രേക്കാണ് നമ്മുടെ iOS ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു മനുഷ്യനെ ഇങ്ങനെ സീനാണെന്ന് പറഞ്ഞാൽ ഓടിപ്പോകുന്നുണ്ടാവുക.
അങ്ങേര് ക്രെയ്ക്കാണ് ഈ പറഞ്ഞ iOS കംപ്ലീറ്റഡ് എന്തൊക്കെ കൊണ്ടുവരണം, എന്തൊക്കെ കൊണ്ടുവരണ്ട, എന്തൊക്കെ മാറ്റങ്ങൾ വരണം, ഇത് വേണ്ട അത് വേണ്ട എന്ന് തീരുമാനം എടുക്കുന്നത് ക്രെയ്ക്കാണ്. ഈ പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഒരു വലിയ ടീമുണ്ട്. ആ ഒരു ടീം 19 വേണ്ടി ഇപ്പോൾ ഒരു ഫോക്കാസ്റ്റ് ചെയ്യുന്ന ഒരു ടീമുണ്ട്, 18 ഇപ്പോൾ നിൽക്കുന്ന ഒരു ടീമുണ്ട്, 17 ഓൾറെഡി നിൽക്കുന്ന കുറേയധികം ടീം മെമ്പേഴ്സ് ഉണ്ട്. സോ 19 ഓൾറെഡി ഇപ്പോൾ വർക്കിംഗ് ആണ്. സോ ഈ 19 ആൻഡ് 18 ഉള്ള ടീമിലെ മെമ്പേഴ്സായിട്ട് അധികം നല്ല രീതിക്ക് കോൺടാക്ട് ചെയ്തിട്ടാണ് ഓരോ അപ്ഡേഷൻസ് എവിടെ വേണം, എങ്ങനെ വേണം, ഈ പറഞ്ഞ 18 ഇത് മതി അങ്ങനെ കൊണ്ടുവരുന്നത്. ആ ഒരു സെയിം മാറ്റം തന്നെ iOS 17 ആപ്പിൾ ഈ പറഞ്ഞ ഹോം പോഡിലും ബ്ലൂടൂത്ത് സ്പീക്കറിലും നമ്മൾ ആപ്പിൾ മ്യൂസിക് വെച്ച് പ്ലേ ചെയ്യുന്ന സമയത്ത് കാറിൽ നമുക്ക് QR കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് ഷെയർ പ്ലേ ചെയ്യുന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു 17.4 17.5 പക്ഷേ ആപ്പിൾ എടുത്ത് മാറ്റി. അതിനുശേഷം iOS 18 വന്നിരിക്കുന്നത്. ആ ഒരു മാറ്റങ്ങൾ ഈ പറഞ്ഞ കൺഫ്യൂഷൻസും ബാക്കി കാരണം എല്ലാം ഈ പറഞ്ഞ ടീമുകളും ഈ പറഞ്ഞ മെമ്പേഴ്സും എല്ലാവരും സംസാരിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ iOS 19 ആ ഒരു ഗ്രൗണ്ട് വർക്കുകൾ ഇപ്പോൾ ആപ്പിൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അറിയുന്ന റിപ്പോർട്ട്. ആൻഡ് ഫൈനൽ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പബ്ലിക് റിയാക്ഷനാണ്. iOS 18 നമ്മൾ കൺട്രോൾ സെൻറ്റർ നല്ല രീതിക്ക് റീമാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ iOS 17 ഈ ഒരു കൺട്രോൾ സെൻറ്റർ ആണോ, അല്ലെങ്കിൽ iOS 18 നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കൺട്രോൾ സെൻറ്റർ ആണോ ഇഷ്ടം എന്ന് നമ്മുടെ വീഡിയോ തൊട്ടകത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കുട്ടികൾക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നല്ല രീതിക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തന്നെ കരുതണം. നല്ല ഹാർഡ് വർക്ക് ഉണ്ട്, നല്ലൊരു എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങളതിന് എന്തായാലും കാണാതെ പോകരുത്. വീഡിയോ ഫുള്ള് കാണുക, എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നല്ല രീതിക്ക് താഴത്തെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഈ പറഞ്ഞ ടെലിഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ആൻഡ് നമ്മുടെ വെബ്സൈറ്റും താഴത്ത് കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് യുവർ ബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.